ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. പച്ചരി കുതിർത്തിയെടുത്തതുണ്ടെങ്കിൽ 3-4 മിനിറ്റ് കൊണ്ട് ആർക്കും വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. 3 കപ്പ് പച്ചരി നല്ലപോലെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചതിൽ നിന്ന് പകുതി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുക്കുന്ന ടൈമിൽ നല്ലപോലെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തതും നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമുക്ക് ഇതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല പോലെ ലൂസാവുന്ന രൂപത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് അടുപ്പിൽ തീ കത്തിച്ചെടുക്കാം. അപ്പോൾ തീ കത്തിച്ചെടുത്ത ശേഷം അപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ പുരട്ടിയ ശേഷം നമുക്ക് ഓരോ തവി ഒഴിച്ച് കൊടുത്ത് ചുട്ടെടുക്കാം. അപ്പോൾ ഓരോ തവി ചുടുന്ന ടൈമിൽ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി സ്റ്റവിൽ വെച്ച് ചുട്ടെടുക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ നിറം മാറുന്നത് മുൻപ് തന്നെ ചട്ടിയിൽ നിന്നും എടുത്തു മാറ്റുകയും വേണം. ഇതുപോലെ സൈഡൊക്കെ ഒന്ന് വിട്ട് വരുന്ന സമയത്താണ് നമ്മളിത് ചട്ടിയിൽ നിന്നും മാറ്റേണ്ടത്. നല്ല കനം കുറഞ്ഞ രീതിയിലാണല്ലോ നമ്മളിത് ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല. ഏത് കറി കൂട്ടി കഴിക്കാനും പറ്റിയ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കിയത്. ഇത് പ്രത്യേകിച്ച് മലപ്പുറം, നിലമ്പൂർ, വണ്ടൂർ ഭാഗത്തൊക്കെ മിക്ക ദിവസങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു അപ്പമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.